നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുവാൻ. ഞാൻ കഴിഞ്ഞ പകൽക്കാലം ഒരു ദൈവദാസനെ കുറിച്ച് ഞാനൊരു വിഷയം പറഞ്ഞു. ഇങ്ങനെ പലരും വീണു പോകരുതോ ഇവിടെ അവിടെ എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് പ്രാപിക്കപ്പെട്ട വ്യക്തി, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്കറിയാം അടയാളം വരും. അടയാളം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവിൽ വയ്ക്കപ്പെട്ട വ്യക്തിക്ക് അന്യഭാഷ വരും. ഹല്ലേലൂയ. അതാണ് ഞാൻ പഠിച്ചതും എന്നെ പഠിപ്പിച്ചതുമായ വിഷയം. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും കാലും കർത്താവ് ആമേൻ ആമേൻ ഹല്ലേലൂയ അടയാളത്തോടെ വിളിച്ച് ശുശ്രൂഷ ഏൽപ്പിച്ച് ഹല്ലേലൂയ വിഗ്രഹത്തിൽ നിന്നും വിഗ്രഹാരാധനയിൽ നിന്നും പുറത്തോട്ട് കൊണ്ടുവന്നു. അതുകൊണ്ട് ഹല്ലേലൂയ ദൈവശബ്ദം കേൾക്കുന്ന ഒരു വ്യക്തിയായിരിക്കുന്നത് കൊണ്ട് എനിക്കറിയാം പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്ത് വരും. അപ്പോസ്തലന്മാരുടെ ഹല്ലേലൂയ ആമേൻ ആമേൻ നടുവിൽ വെളിപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു, അന്യഭാഷയും വന്നു. അവർ അന്യഭാഷകളിൽ ആരാധിച്ചു. ഹല്ലേലൂയ. നമുക്ക് വേദപുസ്തകത്തിലേക്ക് കടന്നു വരാം. ഹല്ലേലൂയ. 91-ാമത്തെ സങ്കീർത്തനം അതിന്റെ 6-ാമത്തെ വാക്യം. 91-ാമത്തെ സങ്കീർത്തനം അതിന്റെ 6-ാമത്തെ വാക്യം മുതൽ വായിച്ച് ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന ഹല്ലേലൂയ മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരകനെ നിനക്ക് പേടിപ്പാനില്ല. എങ്ങനെയാണ് പേടിപ്പാനില്ലാത്തത്? കുറച്ച് ആൾക്കാരെന്റെ അടുക്കൽ സ്വാധീനം വരുമ്പോഴല്ല, കുറച്ച് ആൾക്കാരെന്റെ സഹപാഠികളാകുമ്പോഴല്ല, ഞാൻ നല്ല ഒരു ഹല്ലേലൂയ റവറന്റ് ആകുമ്പോഴല്ല, ഞാൻ നല്ല ഒരു മുതലാളിയാകുമ്പോഴല്ല, ഞാൻ നല്ല ഒരു വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴല്ല, ഞാൻ നല്ലൊരു ബിൽഡിംഗ് കെട്ടിപ്പൊക്കുമ്പോഴല്ല, 3 നിലയുള്ള ഒരു ആലയം കെട്ടിപ്പൊക്കുമ്പോഴല്ല, എന്നിൽ ദൈവം വസിക്കുമ്പോ ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരകനെ നിനക്ക് പേടിപ്പാനില്ല. എന്നിൽ യേശു വസിക്കുമ്പോ, ഞാൻ യേശുവിൽ വസിക്കുമ്പോ ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരകനെ നിനക്ക് പേടിപ്പാനില്ല. കരമടിച്ചു ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരാൻ ആഗ്രഹിക്കുന്നു. പ്രവചനത്തിന്റെ ദൂതമായി ഈ കാലം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ ആരാധിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും ആരാധിച്ചോ, എല്ലാവരും ആരാധിച്ചോ, എല്ലാവരും ആരാധിച്ചോ. ഹല്ലേലൂയ. എന്റെ ഡിപ്പോസിറ്റിന്റെ വലിപ്പം കൊണ്ടല്ല, എന്റെ വിദ്യാഭ്യാസത്തിന്റെ ക്രെഡിറ്റ് കൊണ്ടല്ല, എന്റെ ഐശ്വര്യത്തിന്റെ വലിപ്പം കൊണ്ടുമല്ല, എന്നെ മാറ്റിയെടുത്ത ഒരുവനുണ്ട്. എന്നെ മാറ്റി പണിതെടുത്ത ഒരുവനുണ്ട്. അവൻ എന്നിൽ വസിക്കുമ്പോ ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരകനെ പേടിപ്പാനില്ല. വിശ്വസിക്കുന്നവർ ആരാധിച്ചാട്ടെ. നിങ്ങൾ എത്രത്തോളം ആരാധിക്കോ, ദൈവത്തിന്റെ ആത്മാവിന് നിങ്ങളുടെ നടുവിൽ ഇറങ്ങി സംസാരിക്കാൻ പോകുന്നു. ആത്മാവിന്റെ അടയാളത്തോടുകൂടി, പ്രവചനത്തിന്റെ വരത്തോടുകൂടി, രോഗശാന്തിയുടെ വരത്തോടുകൂടി, ഭൂതത്തിന്റെ മേലുള്ള അധികാരത്തോടുകൂടി ദൈവജനത്തിന്റെ നടുവിൽ ഇറങ്ങി വരാൻ ഒരുവനൂടെ വന്നിട്ടുണ്ട്. അവൻ യഹോവ എന്നാണ് പേര്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ശുശ്രൂഷ ചെയ്യുന്നത്, നല്ല ശുശ്രൂഷ ചെയ്യുന്ന നല്ല ദൈവമക്കളുടെ ശുശ്രൂഷയെ മനസ്സിലാക്കണം. ഒരു ഇടവേള ശുശ്രൂഷയിലേക്ക് കയറി ഒരു ഹല്ലേലൂയ പറയണം. സ്തോത്രം. ശുശ്രൂഷയുടെ ആമേൻ ഒരു ലെവലുണ്ട്. അത് വിളിക്കപ്പെടാത്തതാണ് പലരുടെയും വിഷയങ്ങൾ. അത് ഞാൻ പഠിച്ചിട്ടുണ്ട്. പൈസ പോട്ടെ, വായിക്കാം, താഴോട്ട് വായിക്കാം. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിന്റെ ആത്മാവ് ഒരു മനുഷ്യനെ സ്നേഹിച്ച് വിളിച്ചാൽ, ദൈവത്തിന്റെ ആത്മാവ് ഒരു മനുഷ്യന്റെ മേൽ ഇറങ്ങി വന്നാൽ, ദൈവത്തിന്റെ കൃപാവരങ്ങൾ ഒരു വ്യക്തിയുടെ മേൽ ഇറങ്ങി വന്നാൽ, സാധാ മനുഷ്യനല്ല, അസാധാരണ മനുഷ്യനാണ്. ഹല്ലേലൂയ. ഇന്നേക്ക് 3 ദിവസങ്ങൾ കൊണ്ട് ഇതിനകത്തിരിക്കുന്ന ഒരു യൗവനക്കാരൻ ഹല്ലേലൂയ ഒരു പ്രവാചകനാകുമെന്ന് ദൈവാത്മാവിനോട് സംസാരിക്കുന്നു. ആമേൻ. താൻ ഇവിടെ നിന്നല്ല വന്നത്, തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വന്നതാ. ഹല്ലേലൂയ. ഞാൻ ആത്മാവ് പറയുന്നു, ഒരു പ്രവാചകനാകും. നീ സഞ്ചരിക്കാത്ത വാഹനത്തിൽ ദൈവം നിന്നെ ഏറുമാറാക്കും. നീയുമായി ബന്ധമില്ലാത്ത വ്യക്തികൾ നിന്റെ നടുവിൽ ദൈവം വെളിപ്പെടുത്തും.
നീയുമായി കൂട്ടായ്മയിൽ കല്ലിലെ ബന്ധമില്ലാത്ത കൂട്ടായ്മകളിൽ ദൈവം നിന്നെ എടുത്തെറിയും. എല്ലാവരും ആരാധിച്ചാട്ടെ. ചിലരോട് ദൈവാത്മാവ് പ്രവചന ആത്മാവിൽ ഇടപെടുന്നു. ഹല്ലേലൂയ. പിതാവിന് കിട്ടാത്തത് മാതാവിന് കിട്ടാത്തത് സഹോദര സഹോദരി തലമുറകൾക്ക് ദൈവം കൈമാറാൻ പോകുന്നു. അബ്രഹാമിനെ കുറിച്ച് പഠിച്ചാൽ അബ്രഹാമിന്റെ കാലത്ത് ചെയ്തതിലും അധികം ചെയ്യാൻ ഒരു ഇസഹാക്കിനെ ദൈവം ദാനമായി കൊടുത്തില്ലേ? ഒരു ഇസഹാക്കിനെ ദൈവം കൊടുത്തു. ഇസഹാക്ക് പറയുന്ന വാക്ക് ഇങ്ങനെയാണ്: എന്റെ പിതാവിന്റെ കാലത്ത് കുഴിച്ച കിണറുകളൊക്കെ ഫെലിസ്ത്യന്മാർ കല്ലിനെയും മണ്ണും ഭാരിയിട്ട് അതിനെ അശുദ്ധമാക്കി കളഞ്ഞു, അത് ഇല്ലായ്മ ചെയ്ത് മൂടിക്കളഞ്ഞു. പക്ഷേ ഇസഹാക്കിന്റെ കാലത്ത് അതിനെ തുറന്നു, പേര് മാത്രം മാറ്റിയിട്ടില്ല. അപ്പനിട്ട പേര് തന്നെ കിണറ്റിലിട്ടിരുന്നു, പക്ഷേ മൂടിയതിനെയല്ല ഇസഹാക്കിന്റെ കാലത്ത് തുറന്നെടുത്തു. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടായിരിക്കും. നിങ്ങൾ എത്രത്തോളം ആരാധിക്കുമോ അത്രത്തോളം ഞാൻ ആത്മാവിന്റെ അധികാരത്തിൽ നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരും. അല്പസമയം ഞാൻ നിങ്ങൾ ഹല്ലേലൂയ വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു, വചനത്താൽ ജയമെടുക്കുന്നു. അപ്പോ ഹല്ലേലൂയ. ഇടതുവശത്ത് 1000 പേരും വലതുവശത്ത് 10,000 പേരും വീണാലും അവർ നിന്നോടടുത്ത് വരികയില്ല. ഹല്ലേലൂയ. നമ്മുടെ കായിക ബലത്താലാണോ? നമ്മുടെ അഭ്യാസത്തിന്റെ പ്രവൃത്തികളാണോ? നോ, ഇതൊന്നുമല്ല വൃത്തുത. യെസ്, നിന്നിൽ വ്യാപരിക്കുന്ന ശക്തിക്ക് ഇതിനെയെല്ലാം റിമൂവ് ചെയ്യാൻ അധികാരമുണ്ട്. നിന്നിൽ വ്യാപരിക്കുന്ന അധികാരത്തിന് ഇതിനെയെല്ലാം തടയാൻ അധികാരമുണ്ട്. ഇതിനെ പുറത്തെറിയാൻ അധികാരമുണ്ട്. ഇതിന്റെ മേൽ മിതിച്ചു കിടക്കാൻ, ഇതിനെ ചവിട്ടി മിതിച്ചു കിടക്കാൻ, ആത്മാവിനെ ഇതിനെ വിധിക്കാൻ, ആത്മാവിനെ തകർക്കാൻ, ആത്മാവിനെ ഉടയ്ക്കാൻ, ആത്മാവിന്റെ മേൽ നിനക്ക് കിട്ടിയിരിക്കുന്ന അധികാരത്തിൽ നീ ഇതിന്റെ മേൽ അധികാരത്തോടെ പാഞ്ഞു ചെല്ലും. നല്ല രാമേ പറ, നല്ല രാമേ പറഞ്ഞാട്ട്, നല്ല രാമേ പറഞ്ഞാട്ട്. ഓ പോരാ 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 പോരാ. ഈ കയ്യടി, ഈ പ്രാർത്ഥനയൊന്ന് പോരാ. യേശുവിന്റെ നാമത്തിൽ ആത്മാവിനെ പറക്കട്ടെ. ചുടബല ധീരബല ബല 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 ചുടബല ബല 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 റിബനഗടക ബനഗടക റിബൽ ഖമനഗടക സിയാന. നിന്റെ വിളവിനെ കൊള്ളയിടുവാൻ ഫെലിസ്ത്യന്മാർ പുറപ്പെടുമ്പോ ഹല്ലേലൂയ, ഫെലിസ്ത്യന്റെ തല തകർത്ത ദൈവം എന്നോട് കൂടെ. ഹല്ലേലൂയ. ഈ സഞ്ചരിക്കുന്ന വഴിയിൽ 3 ഭാഗത്ത് 3 ബന്ധനമുണ്ട്. 21 കാല് കുത്തുന്നതിന് മുമ്പ് ദൈവം പൊട്ടിക്കും. ഉടമാന ധീരമാന വൈഡമാന. ആത്മാവുള്ളവർ മാത്രം പ്രാർത്ഥിച്ചോണം കേട്ടോ. ആത്മാവുള്ളവർ മാത്രം പ്രാർത്ഥിച്ചോണം. ആത്മാവ് പ്രാർത്ഥിക്കാൻ പ്രാപിക്കാൻ വന്നവർ പ്രാർത്ഥിച്ചോണം കേട്ടോ. ആത്മാവുള്ളവർ പ്രേറി വരണം കേട്ടോ. ഓ 100% വിടുതലെടുത്തോ. പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ. ചിലതിനെ പൊട്ടിക്കും, ചിലതിനെ തുറക്കും, ചിലതിനെ നിനക്ക് അവകാശമാക്കി തരൂ, ചിലതിനെ നിനക്ക് അവകാശമാക്കി തരൂ. ഓ 2-ാം സങ്കീർത്തനത്തിൽ പറയുന്നു ഹല്ലേലൂയ, എന്നോട് ചോദിച്ചു കൊള്ളുക, നിനക്ക് ജാതികളെ അവകാശമായി ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായി തരൂ. ചിലതിനെ തകർക്കാൻ, ചിലതിനെ ഉന്മൂലനാശം ചെയ്യാൻ ദൈവം നിന്റെ കരത്തെ നിന്നെ ശക്തിപ്പെടുത്താൻ എന്റെ ദൈവം മതിയായവനാണ്. ആ ശക്തനാക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഈ വിഷയം ആകർഷിക്കുന്ന എങ്ങനെയെന്നറിയാമോ? ആത്മാവുള്ളവരെയാണ്. ആത്മാവുള്ളവരെ വിഷയം കാന്തം പോലെ ആകർഷിക്കും. ഈ ആരെ ആത്മാവ് പ്രാപിച്ചവരുണ്ടെന്ന് പറഞ്ഞ പച്ചവെള്ളത്തിന്റെ രീതിയിൽ ഹല്ലേലൂയ ആമേൻ അങ്ങനെ ചാഞ്ചാടുന്ന പരുവം അവർക്കല്ല ഇത് ദൈവ ആത്മാവ് പ്രാപിച്ചിട്ടിരിക്കുന്നവര് ഇന്ന് പോൽക്കാലം ഉണർന്ന് പ്രാർത്ഥിക്കോ. ഞാൻ ആശീർവാദം പറയുന്നതിനകത്ത് ഹല്ലേലൂയ ചിലത് മരത്തിൽ നടന്ന് താഴെ വീഴുന്നത് പോലെ, ചിലത് നിലം പരിചായതുപോലെ ദൈവജനമേ നിനക്ക് വിരോധമായി, ദൈവസഭയ്ക്ക് വിരോധമായി ശത്രു വച്ച ചിലത് ഇന്ന് തമ്പുരാൻ അതിന്റെ മേൽ തന്നെ പാഞ്ഞു ചെല്ലാൻ അധികാരം കൽപ്പിക്കുകയാണ്. ഓ റിവൽ ഖമനഗടഗമന ഉടമാരഗനഗടഗസിയാന. ഹല്ലേലൂയ. എന്റെതെന്ന് പറഞ്ഞ അവകാശം പറയുന്ന വാഗ്ദത്തത്തെ കൊള്ളയിടുവാൻ ശ്രമിക്കുന്ന ശത്രുവിന്റെ പ്രവർത്തനങ്ങൾ പാട്ടളം വിട്ട് ദേശം വിട്ട് യേശുവിന്റെ നാമത്തിൽ ശാസിക്കുകയാണ്.
Ribala Vaidamana Regal Kabana Gadagasiana Utama Regana Vaide Managa Regane Reganam Gadagam Vaidam Managam Rival Kabanam Vaidam Managam Madagam Managam Dunagadagam Atul Kadagam Dunagadagam Adaga Chalam Dunagadagam Adagam Managam Dunagadagam Vaidam Managam Dunagadagam Ribanam Gadagam Dunagadagam Atul Kadagam Dunagadagam Adaga Chalam Dunagadagam Vaidam Managam Dunagadagam Anni Aradana Tagariana Anni Aradana Shakadigal Mandravada Vendarangal ആവിചാര ക്രിയകൾ വഴി തടഞ്ഞ് നിൽക്കുന്ന ചില ഇരുമ്പ് കോലുകളെ തമ്പുരാൻ ഇന്ന് പൽക്കാലം മുറിച്ചു മാറ്റുന്നു. അവന്റെ ദൂതഗണങ്ങൾ മണ്ണറക്കോണം ദേശത്തിറങ്ങി സഞ്ചരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ പെരുങ്കടവള പഞ്ചായത്ത് അവന്റെ ദൂതന്മാർ ഇറങ്ങിയിട്ടുണ്ട്. നിനക്ക് വിരോധമായി പടപൊരുതുന്ന ശത്രുവിനെ തകർത്തെറിഞ്ഞ് വാഗ്ദത്തത്തിന്റെ തലത്ത് കൊണ്ടുപോകാൻ അഭിഷേകമുള്ളവരെ വായി തുറക്കട്ടെ. ആത്മാവുള്ളവരെ വായി തുറക്കട്ടെ. അഭിഷേകമുള്ളവരുടെ വായി തുറക്കട്ടെ. ആത്മാവുള്ളവരുടെ കരം അനങ്ങട്ടെ. ഈ വൽക്കാലം ഒരുമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ചില കോട്ടകൾ ഇടിഞ്ഞു വീഴുന്നു, ചില വൻമതിലുകൾ ഇടിഞ്ഞു വീഴുന്നു. പ്രാർത്ഥിക്കാൻ വന്നവര് മാത്രം പ്രാർത്ഥിക്കുക. കയ്യടി കണ്ടാൽ എനിക്കറിയാം, കയ്യടി കാണുമ്പോൾ എനിക്കറിയാം ഏത് ലെവലിൽ പ്രാർത്ഥിക്കുന്നെന്ന്. കയ്യടി കണ്ടാൽ എനിക്കറിയാം. കയ്യടിയുടെ അല്ലെങ്കിൽ ആക്ഷൻ കാണുമ്പോ ആത്മാവിന്റെ പ്രാർത്ഥന അറിയാൻ പറ്റും. ആത്മാവുള്ളവരുടെ പ്രാർത്ഥന ചില കോട്ട ഇടിക്കുകയാണ്. ഓ റീബാല സുഡമാ രഗനഘടകം വൈഡമാന ഘടക സിയാന ഘടകം റീബൽ കമന ഘടകൽ പ്രവിഡിമാന ഘടകം ദുനഘടകം അത്തുൽ ഘടകം അടക മനക രഗന ഘടകസിയ. ദൈവം ചിലരെ ആത്മാവിൽ വേലയ്ക്ക് വേണ്ടി തെരഞ്ഞെടുക്കും. ഹല്ലേലൂയ. ആത്മാവിൽ ചിലരെ കർത്താവിന്റെ വേലയ്ക്ക്. അഭിഷേകമുള്ളവർ കൈയടിച്ച് വാ തുറന്നാലുണ്ടല്ലോ നടക്കാത്തവനും നടക്കാൻ തുടങ്ങും. എഴുന്നേൽക്കാൻ പറ്റാത്തവരും എഴുന്നേൽക്കും. അതാണ് അഭിഷേകത്തിന്റെ ആരാധന. അഭിഷേകം ആരുടെ മേൽ തറച്ചു കയറിയോ, അഭിഷേകം ആരെ ഹൃദയത്തിൽ അട്രാക്ഷൻ ചെയ്തോ, അവർക്കിന്ന് വായ്പൂട്ടി ഇറക്കാൻ പറ്റത്തില്ല. ഞാൻ നിങ്ങളുടെ തലയിൽ കൈവച്ചില്ലെങ്കിൽ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കും. കാരണം നിങ്ങൾക്ക് ഒതുങ്ങാൻ പറ്റാത്ത ഒരു അഭിഷേകം ഒരു നദി പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആ മോശ കണ്ടതുപോലെ, ആ മുൾപടർപ്പ് തീ പിടിച്ചതുപോലെ തീ പിടിക്കുന്ന കാഴ്ച കണ്ട മോശ ഒരു കാര്യം മനസ്സിലായി. ആ പുറപ്പാട് പുസ്തകത്തിൽ മോശയെ കുറിച്ച് പറയുന്നു. മോശയെ മുന്നോട്ട് കിടക്കണ്ട, നിന്റെ കാലിലെ ചെരുപ്പിന് അഴിച്ചു കളയാ. നീ നിൽക്കുന്ന ഭൂമി വിശുദ്ധ ഭൂമിയാകയാൽ. ഓ അഗ്നിജോല ചിലതിനെ ദഹിപ്പിക്കുന്നുണ്ട്. അഗ്നിജോല സഭയ്ക്കെതിരെ നിൽക്കുന്നതിന് ദഹിപ്പിക്കുന്നുണ്ട്. അഗ്നിജോല ചില വാഗ്ദത്ത നന്മയ്ക്കെതിരെ നിൽക്കുന്നതിന് ദഹിപ്പിക്കുന്നുണ്ട്. വാഗ്ദത്തമുള്ളത് അവിടെ നിൽക്കുന്നുണ്ട്. ഓ റീബല ബല വൈഡം മനക രഗനെ ഹടക മനക റീവൽ ഖമന ഹടക മനക രഗനെ. ഓഹോ റീവൽ ഖമന വൈഡേ മനക രഗനം കടകം സുഡമ രഗന വൈഡേ മനക രഗനം. ഓഹോ റീവല വൈഡം റീവൽ ഖമനം കടകം വൈഡേ മനക രഗന. ഓ ഹല്ലേലൂയ. എല്ലാവരും ആരാധിച്ചാട്ടെ. ഉടവൽ ഖമനം വൈഡം മനകം രഗനം കടകം റീവല വൈഡം മനകം രഗനം കടകം സുഡമ രഗന വൈഡേ മനക രഗന. എല്ലാവരും ആരാധിച്ചാട്ടെ. ശക്തനാക്കുന്നവൻ മുഖാന്തര ഞാൻ സകലത്തിലും മതിയായവനായി ഇരിക്കും. രാജാ ഉള്ളടത്ത് രാജാ കോലാകാലമുണ്ട്. ആത്മാവുള്ളടത്ത് ആത്മപ്രഭാതമുണ്ട്. യേശു ഉള്ളടത്ത് ആത്മാവുണ്ട്. ആത്മാവിന്റെ മഴ പെയ്തിറങ്ങുന്നു. ആത്മാവിന്റെ ശക്തി പെയ്തിറങ്ങുന്നു. സഭ ഉണരുകയോ. പെരുവെള്ളത്തിന്റെ ഇരച്ചൽ പോലെ ആരാധനയുടെ തീ മുഴങ്ങട്ടെ. ആരാധനയുടെ പവർ ശക്തി വെളിപ്പെട്ട് വരട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ. നാ കൈ അടിച്ച് ആരാധിക്കണം കേട്ടോ. അല്ലെങ്കിൽ കയ്യൊക്കെ ഭൂതം കെട്ടിക്കളയും. ഭൂതം കെട്ടും കയ്യെ കയറി. കൈ അടിച്ച് ആരാധിച്ചാലുണ്ടല്ലോ കൊടിപ്പറക്കാൻ നീ വേറെ ഒരു സ്ഥലത്ത് പോകണ്ട. ഹല്ലേലൂയ. സ്പെയറുകൾക്ക് തേയ്മാനം വരത്തില്ല. കൈ അടിച്ച് തന്നെ ആരാധിക്കണം. ഓ ആത്മാവിന്റെ ചലനത്താൽ രണ്ട് കൊണ്ട് മുഖം മൂടി, രണ്ട് കൊണ്ട് പാദം മൂടി എന്റെ ദൈവം പരിശുദ്ധൻ എന്ന് ആ സാറാപ്പുകളെ പോലെ ഒന്ന് പറന്ന് ഉയരുവാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഹല്ലേലൂയ ഹല്ലേലൂയ. ഉറക്കെ കൈയടിച്ച് ആരാധിക്കും. ഉറക്കെ. ഓഹോ റീവൽ ഖമന ഘടക വരവന ഘടക സിയാന ഘടകം ഉടമാ രഗനം വൈഡമാന ഘടകമന ഘടക സിയാന ഘടകം ദുനഘടകം
അത്തുൽ കവന ഘടകം വൈഡപ്രവിടിയാന ഘടകസിയ. ഞാൻ ആ വചനത്തിന്റെ ആഴത്തിലോട്ട് വന്ന് ചിലരോട് ദൈവാത്മാവ് ദൂത് കൈമാറാൻ പോകുന്നു. എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ഇരിക്കുക. ഹല്ലേലൂയ. നിന്റെ അതിരുകളെ ബ്ലോക്ക് ചെയ്ത്, നിന്റെ വസ്തുവകകളെ വെട്ടിപ്പിടിച്ച്, നിന്റെ നന്മകളെ വെട്ടിപ്പിടിച്ച് മിഴുങ്ങിക്കളയാൻ ഇരിക്കുന്ന ഹല്ലേലൂയ ആമേൻ ആമേൻ ശത്രുവിനെ നോക്കിയിട്ട് പറ, ഓ ശത്രുവേ, നിന്റെ ഹല്ലേലൂയ ആമേൻ തല തകർത്ത ഒരുവൻ എന്റെ പക്ഷത്തുണ്ട്, എന്റെ പക്ഷത്തുണ്ട്. ഞാൻ സേവിക്കുന്ന ദൈവം ഹല്ലേലൂയ പൂർണ്ണമാനായ ദൈവം, പൂർത്തീകരിക്കുന്ന ദൈവം, വിളിച്ചാൽ വിളി കേൾക്കുന്നവൻ, ഉത്തരം അരുളുന്നവൻ, ഉത്തരം അരുളാത്ത ദൈവമല്ല, വിളിച്ചാൽ ഉത്തരം അരുളുന്നവൻ, എനിക്ക് എന്റെ വിഷയത്തിന്റെ മേൽ മറുപടി തരുന്ന ഒരു ദൈവം, ഞാൻ ആരാധിക്കുന്ന ദൈവം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അകത്തും മഴ പെയ്യുന്നുണ്ട്, പുറത്തും മഴ പെയ്യുന്നുണ്ട്. ആമേൻ ആമേൻ സ്തോത്രം. ഞാൻ ഈ ഹല്ലേലൂയ കരം ഹല്ലേലൂയ ചില തലമേൽ വെച്ച് പ്രാർത്ഥിക്കും. നിങ്ങൾ അറിയാതെ വണ്ണം നിങ്ങൾക്ക് ചില വാഗ്ദത്തങ്ങൾ ദൈവം തരാൻ പോകുന്നു. നിങ്ങൾ അറിയത്തില്ല, പക്ഷേ ദൈവം നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വെൽക്കം ഹോളി സ്പിരിറ്റ്. ഓ റീവൽ കമനഘടകസിയ അർത്ഥമാന വൈഡപ്രവിടി ദുരഘടകം വൈഡമനഘടകം അത്തുൾഘടകം ദുനഘടകം ഹവനം വൈഡം മനകം രഗനം ഘടകം. പ്രവചന ആത്മാവിൽ ചിലർ ആരാധിക്കാൻ പോകുന്നു. പ്രവചനവരത്തോടെ ചിലർ പ്രവാചകന്മാരായി പ്രവാചികമാരായി എഴുന്നേറ്റ് വരാൻ പോകുന്നു. ദുരാത്മാവിന്റെ പ്രവചനമല്ല, ദൈവാത്മാവിന്റെ പ്രവചനം, പരിശുദ്ധാത്മാവിന്റെ പ്രവചനത്താൽ ചില തലമുറകൾ, ചില കുടുംബങ്ങൾ എഴുന്നേൽക്കാൻ പോകുന്നു. ഹല്ലേലൂയ. എന്റെ ഇടതുവശത്ത് 1000 പേരും എന്റെ വലതുവശത്ത് 10,000 പേരും വീണും, എങ്കിലും അവർ എന്നോടടുത്ത് വരികയില്ല. ഈ 11,000-ത്തെയും തടഞ്ഞു നിർത്തിക്കൊണ്ട് ഒരു യാത്ര തുടരണമെങ്കിൽ നീ ആരായിരിക്കണം? ഇങ്ങനെ കൈയടിച്ചു കൊടുത്താൽ മതി. ഹല്ലേലൂയ. എഴുന്നേറ്റ് നിന്ന് 6 മണിക്കൂർ പ്രസംഗിച്ചാൽ ആത്മാവ് ഇറങ്ങാത്ത കാരണം എന്നറിയാമോ? ശരീരത്തെയും മനസ്സിനെയും ദൈവത്തിന് വിട്ടുകൊടുക്കുകയില്ല. അതുകൊണ്ടാ വിശ്വാസി ഇരുന്ന് ഉറങ്ങുന്നേ. ഹല്ലേലൂയ. നീ ഫ്രീ ആയാലേ ജനത്തെ ഫ്രീ ആക്കാൻ പറ്റത്തുള്ളൂ. നീ കെട്ടിലാണെങ്കിൽ ജനത്തെ കെട്ടി തന്നെ ഇടും. ഘടകം ഇപ്പോൾ കാലം ഹല്ലേലൂയ 6 കിലോമീറ്റർ കിടന്ന് വിളിക്കുകയൊന്നും വേണ്ട. ആത്മാവുള്ളവർ എഴുന്നേൽക്കുമ്പോൾ തന്നെ ജനം അങ്ങ് ആരാധിക്കും. ആത്മാവുള്ളവർ എഴുന്നേൽക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ജനത്തിന്റെ അകത്തിറങ്ങി ചെല്ലും. അകത്തുനിന്ന് രൂപാന്തരങ്ങൾ പുറത്തു വരും. ഹല്ലേലൂയ. നന്ദിയോടെ ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. വായിക്കാം, താഴ്ത്തു വായിക്കാം. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എന്റെ സംഗീതമാകുന്നു. നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ എടുക്കുകയില്ല. ഇനി എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ചിലരോടൊക്കെ ദൈവാത്മാവ് വന്ന് 2 ആലോചന കൈമാറാൻ പോകുന്നു. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ദൈവത്തിന്റെ ചില പ്രവർത്തികൾ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കാൻ പ്രസന്റ് ആയിരിക്കുക. ആമേ ഉടമ രഗനെ റീവല വൈഡം മനകം രഗനം ഘടകം. ഹല്ലേലൂയ. അനർത്ഥങ്ങളും അപകടങ്ങളും വെല്ലുവിളികളും നേരിട്ട് കടന്നു വന്നപ്പോഴെല്ലാം ഈ പിതാവിനെ നിർത്തിയത് ചിലർക്ക് വേണ്ടി ചിലത് ചെയ്തെടുക്കാനാണ്. ഉടമാരകനഘടകം വൈഡമാനഘടകസ്യാന. ഹല്ലേലൂയ. ആമേൻ ആമേൻ. ഞാൻ പറഞ്ഞല്ലോ, ഇതിങ്ങനെ അരിഞ്ഞ് കൊടുക്കുമ്പോ, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഹല്ലേലൂയ ആമേൻ ആമേൻ ഈ മാവരച്ചു പൊങ്ങി വരുന്നത് പോലെ ഈ അരിഞ്ഞിട്ട് തീരാതെ വണ്ണ ഈ മാങ്ങയിൽ നിന്ന് ഹല്ലേലൂയ മാംസ കഷണങ്ങൾ പൊങ്ങി വരുന്നു. മാങ്ങയിൽ നിന്നുള്ള കഷണങ്ങൾ പൊങ്ങി വരുന്നു. ഹല്ലേലൂയ. ജനം വരിവരിയായി വന്ന് വാങ്ങുന്നു യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. പല ജാതിയിൽപ്പെട്ടവർ വാങ്ങുന്നു, പല മതത്തിൽപ്പെട്ടവർ വാങ്ങുന്നു, ജാതിമത ഭേദമെന്നെ സകലരും വാങ്ങുന്നു.
നടന്നു. ഇത് ഭക്ഷിക്കുമ്പോൾ ചില രോഗശാന്തി നടക്ക്. ഇത് ഭക്ഷിക്കുമ്പോൾ ചില ഭൂതങ്ങൾ വിട്ടുപോക്. ഇതിനകത്ത് ചില പ്രത്യേകതകളുണ്ട്. ഇത് ഔഷധമടങ്ങിയതാണ്. ഇത് പരിശുദ്ധാത്മാവിന്റെ ഔഷധമുള്ളതാണ്. ഇത് ഭക്ഷിക്കുന്ന നീ മായമില്ലാത്ത പാൽ വാഞ്ചി കുടിപ്പി എന്ന് അരുളി ചെയ്ത ദൈവത്തിന്റെ വാഗ്ദത്തം കിടക്കുന്ന കുടുംബം ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും തയ്യാറുണ്ടെങ്കിൽ അഭിഷേകം ലഭിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് വരെ ഓടിയിട്ട് വെളിപ്പെടാത്ത ചില ദൂതുകളൊക്കെ ദൈവം ഈ നാളുകളിൽ വെളിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അതിനൊത്തയും വണ്ണം ആരാധിച്ച് ഉപവസിച്ച് മുന്നേറുമെങ്കിൽ ഹല്ലേലൂയ പിശാച് പിടിച്ചു വെച്ചത്, ഹല്ലേലൂയ ജഡരക്തങ്ങൾ സഹോദര വർക്കങ്ങൾ പിടിച്ചു വെച്ച ചിലത് ഹല്ലേലൂയ ദൈവം മടക്കി തരാൻ പോകുന്നു. ദൈവത്തിന് മുൻസ്ഥാനം കൊണ്ട് എതിരുകൾ മാറട്ടെ, പ്രതികൂലങ്ങൾ മാറട്ടെ, വാഗ്ദത്തങ്ങൾ തുറന്ന് ദൈവം അനുഗ്രഹിക്കുവാൻ ശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഞായറാഴ്ച ആരാധന മുടങ്ങല്ലേ കേട്ടോ. ഞായറാഴ്ച ആരാധന മുടങ്ങാൻ ബൈബിൾ ദിവസം ഉണ്ടോ? ഇല്ല. 6 ദിവസവും പോയി. ഹല്ലേലൂയ, ആമേൻ. 7ാമത്തെ ദിവസമെങ്കിലും ദൈവത്തിന് കൊടുക്കണം. ഞായറാഴ്ചയും കൂടി അധ്വാനിച്ച് വല്ലതും നേടിയിട്ടുണ്ടോ? ഉണ്ടോ? അത് എന്നെ വീട്ടിൽ കള്ളം കയറുന്നത്. പ്രൈസ് ഉള്ള കൂടെ അത് എന്നെ വീട്ടിൽ കള്ളം കയറുന്നത്. ഹല്ലേലൂയ. അല്പം കൊണ്ട് അധികമാക്കാൻ ദൈവത്തിന് കഴിയും. അല്പം കൊണ്ട് അധികമാക്കുന്നവനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. വായിക്കാം, താട്ട് വായിക്കാം. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേൽ അണലിമേൽ നീ ചവിട്ടും. ബാലസിംഹത്തെ പെരുമ്പാമ്പിനെ മിതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടിവിക്കും. അവൻ എന്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും. ഈ ഒരു വാക്ക് പറഞ്ഞവൻ നമ്മുടെ ദൈവമാണ്. നമ്മുടെ ദൈവം മാത്രമേ ഈ വാക്ക് പറഞ്ഞിട്ടുള്ളൂ. ഹല്ലേലൂയ, ആമേൻ, ആമേൻ, സ്തോത്രം. ചിലർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഒരുമിച്ച് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പോകുന്നു. സജു, ഹല്ലേലൂയ, ആമേൻ. ഞാൻ 1-2 പേരെ ആമേൻ ഫ്രണ്ടിലേക്ക് പ്രാർത്ഥിക്കുവാനായി വിളിക്കും. നിങ്ങൾ കടന്നു വരിക. ആമേൻ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. ഹല്ലേലൂയ, ശുഡബല ഹഡകം മനഗ രഗനഗഡഗസിയ. ഹല്ലേലൂയ, ആമേൻ, ആമേൻ, സ്തോത്രം. ഒരു 2 മണിക്കൂറെങ്കിലും എനിക്ക് ഏറ്റവും കുറഞ്ഞ ശുശ്രൂഷയ്ക്ക് സമയം വേണം. അതാണ് ഹല്ലേലൂയ ലക്ഷ്യം. ഹല്ലേലൂയ. പ്രവാസി ജീവിതം ഒരിടവേള കഴിയുമ്പോൾ അങ്ങ് നിർത്തണം. നിർത്തിയിട്ട് ദൈവത്തിന് വേണ്ടി നിന്നു കൊടുക്കണം. എന്നാൽ പണിയോട് നമുക്ക് ആരാധനയില്ല. നമ്മൾ ആരാധിക്കുന്നു, പക്ഷേ ദൈവത്തിന് അത്ര വണ്ണം നമ്മളിൽ ഇറങ്ങാൻ പറ്റുന്നില്ല. പ്രവാസി ജീവിതത്തിൽ നിന്ന് ഒരിടവേള കഴിയുമ്പോൾ നീ മടങ്ങി വരും. എന്നാൽ ദൈവം ഹല്ലേലൂയ മോശയെ അയച്ചതുപോലെ ചിലതിനെ വിടിപ്പാൻ നിന്നെ അയക്കും. ഫ്രീ ആയി ആരാധിച്ചോണം. ദൂതകത്തോട്ട് കയറാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ തടിച്ച നാവുള്ള മോശയുടെ മേൽ ഇരുന്ന ദൈവം നിന്നോട് കൂടെ ഇരുന്ന് ചിലതിനെ പിടിക്കാൻ, ചിലതിനെ മുക്കി സ്നാനപ്പെടുത്താൻ, ചിലതിന് ഉപദേശം കൊടുക്കാൻ, ചിലതിന്റെ രോഗമഴിക്കാൻ, ചിലതിന്റെ ബാധയഴിക്കാൻ. കേറിക്കോ. ഓ, നിൽക്കാൻ പറ്റത്തില്ല. ഓ, നിന്നെ ചുറ്റിയ ഒരു സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. അത് ഉയരത്തിലെ സാന്നിധ്യമാണ്. ആരാധിച്ചോ ശക്തിയോടെ ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. പറവോൻ പിടിച്ചു വച്ചിരിക്കുന്ന ചിലതിനെ വിടിവിക്കുവാനായി ദൈവം ഉപയോഗിക്കുന്ന ഒരു തലമുറയായി ഇവൻ മാറും. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. നിന്നെ കാണുമ്പോൾ പിശാചുക്കൾ പേടിച്ചു പോകുന്ന ചില അവലിയ വാഗ്ദത്ത ശുശ്രൂഷകൾ
ഇവന്റെ മേൽ കൈമാറാൻ പോകുന്നു. എല്ലാവരും ആരാധിച്ചുകൊണ്ടിരിക്കെ, എല്ലാവരും ആരാധിച്ചോ. നിങ്ങളുടെ മേലും ആ വരങ്ങൾ കൈമാറാൻ പോകുന്നു. ഇവനെ കാണുമ്പോൾ തന്നെ പിശാച് അലറി ഓടും, അലറി ഓടും, അലറി ഓടും. ഹല്ലേലൂയ. യഹോവ നിന്റെ വട്ടത്തിരുന്ന് ചില വീര്യപ്രവർത്തികൾ ചെയ്യാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. കരമടിച്ച് ഏറ്റെടുത്ത് ആരാധിച്ചാട്ട്, എല്ലാവരും ആരാധിച്ചാട്ട്. ദൈവത്തിന്റെ ആത്മാവേ നന്ദി, ദൈവത്തിന്റെ ആത്മാവേ നന്ദി. ഫയർ 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 ഫയർ. പ്രാവശ്യോ 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 പ്രാവശ്യോ. പറവോൻ പിടിച്ച് അടിമത്വത്തിൽ വച്ചിരിക്കുന്ന ചിലതിനെ പുറത്തു കൊണ്ടുവന്ന് വാഗ്ദത്ത ദേശത്തെത്തിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് നീ. ഈ പൽക്കാലം അന്യ ഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കുന്നവര്. ഓ അധികമില്ല, യാത്രയധികമില്ല, കൊടുങ്കാറ്റും തിരമാലയും പടകിലറി ക്രൂശെ നോക്കി ശാന്ത തുറമുഖമടുത്തു, എന്റെ കാന്തനോടേറ്റമടുത്തു. ഓ ശാന്ത തുറമുഖമടുത്തു, എന്റെ കാന്തനോടേറ്റമടുത്തു. അധികമില്ല, യാത്രയധികമില്ല. ഓ അധികമില്ല, യാത്രയധികമില്ല. ഒഴിഞ്ഞ ചില പാത്രങ്ങളൊക്കെ നിറയാൻ പോകുന്നു. ഞാൻ കൈവയ്ക്കുന്നില്ല, കൈവയ്ക്കാതെ തന്നെ ചില പാത്രങ്ങളൊക്കെ നിറയുന്നു. ആത്മാവിനോട് പറയുന്നു, പുരുഷന്മാരുടെ ഭാഗത്ത്, സ്ത്രീകളുടെ ഭാഗത്ത്, ചില വ്യക്തികളുടെ മേൽ, ഹല്ലേലൂയ, ആമേൻ ആമേൻ. അയ്യോ, സ്ത്രീകളുടെ ഭാഗത്ത് ഒരു 7 പേരെ ദൈവം ചില നിയോഗത്താൽ പുറത്തെടുക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ചിലരെ ആത്മാവിന്റെ നിയോഗത്തോടെ പുറത്തോട്ട് കൊണ്ടുവരാൻ പോകുന്നു, പുറത്തോട്ട് കൊണ്ടുവരാൻ പോകുന്നു. പ്രാവശ്യോ 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 കുശവൻ പാത്രം വാർത്തെടുത്തതുപോലെ ചിലതിനെ വാർത്തെടുക്കാൻ, ചിലതിനെ ഒരടയാളത്തോടുകൂടി, അടയാളത്തോടുകൂടി പണിതെടുക്കണമെങ്കിൽ ചക്രത്തിനകത്ത് കയറിയാലേ പറ്റത്തുള്ളൂ. അനുഭവിക്കുന്നവർ കരങ്ങളെ അടിച്ച് എല്ലാവരും ആരാധിച്ചോട്ടെ, എല്ലാവരും ആരാധിച്ചോട്ടെ. ഏറ്റെടുത്തോ 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 ഏറ്റെടുത്തോ. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഹല്ലേലൂയ ഹല്ലേലൂയ, നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. പലവട്ടം പിശാചിന് നീ ഇടം കൊടുത്ത് പിശാചിന്റെ ഹല്ലേലൂയ അടിമത്തട്ടിലായി. ഹല്ലേലൂയ, ഒരു യോന കപ്പലിന്റെ അടിത്തട്ടിൽ ഉറങ്ങിയതുപോലെ നീ പിശാചിന്റെ അടിത്തട്ടിലായി പോയി. എന്നാൽ ഈ ദിവസങ്ങളിൽ തീരുമാനത്തോടും പ്രതിഷ്ഠയോടും പുറത്തു വരുമെങ്കിൽ ദൈവം വാർത്തെടുക്കാൻ പോകുന്നു. അല്ലെങ്കിൽ നല്ല കുശവന്റെ ചക്രത്തിനകത്തായി ഇരിക്കുന്നത്. ഏറ്റെടുത്ത് ആരാധിച്ചാട്ട്, ഏറ്റെടുത്ത് ആരാധിച്ചാട്ട്. അഭിഷേകം കൊണ്ട് ഇവരെ പൊതിയാണ്. Fire, 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 fire. ഏറ്റെടു 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 ഏറ്റെടു. ഒരു ഉഷകെട്ടിയ ബന്ധനം അഴിയാൻ പോകുന്നു. ഒരു ഉഷകെട്ടിയ ബന്ധനം ഇവല്ല അഴിയുമെന്നു. അങ്ങനെ ബന്ധനം ഉണ്ടെങ്കിൽ അഴിയാൻ പോവുക. ഇന്നേക്ക് 17 ദിവസങ്ങൾക്കുള്ളിൽ യവനെ ആ വീട്ടിൽ വിളിച്ചു വരുത്തി ഉള്ളിനകത്ത് കൊടുത്ത ചില കൈവശം ദൈവാത്മാവ് പൊട്ടിക്കാൻ പോവുകയാണ്. ദൈവാത്മാവ് പൊട്ടിക്കാൻ പോകുന്നത് യേശുവിന്റെ നാമത്തിൽ ആരാധിച്ചോ, ആരാധിച്ചോ. സഭ ഉണരുക, സഭ ഉണരുക, സഭ ഉണരുക. അതിനകത്തിരുത്തി ചിലത് അകത്ത് കയറ്റിവിട്ട് കുടുംബത്തെ ഇളക്കാൻ വേണ്ടി ചെയ്ത ചില ആവുകാരെ കെട്ടുകൾ ദൈവാത്മാവ് പൊട്ടിക്കാൻ പോകുന്നു. നല്ലൊരു ആമേൻ പറ, നല്ലൊരു ആമേൻ പറ. ഓ റിവല വൈഡം മനകം രഗനം ഘടകം ചുടമാ രഗന വൈഡേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അങ്കിള് ഒന്ന് ചേട്ടോ, ഒന്ന് ഫ്രണ്ടിലോട്ട് വന്നേ. അങ്കിളിയനെ യെസ് യെസ്. അല്ലാതെ ഇത് 1000 രൂപയുടെ സാധനമല്ല. ഇതിനിപ്പോ 11,000 രൂപ കൊടുക്കണം.
സ്വതന്ത്രം. ഹല്ലേലൂയ. ആമേൻ. അമ്മൊളിഞ്ഞു വാ. പ്രൈസ് ദി ലോർഡ്. വേഗം വേഗം വാ, വേഗം വാ. ഹല്ലേലൂയ. നിങ്ങൾ എല്ലാവരും കൈയടിച്ച് ആരാധിക്കണം കേട്ടോ. കൈയടിച്ച് ആരാധിച്ചില്ലെങ്കിൽ നിങ്ങളെ ആ സമയത്ത് നിർത്തതിൽ കൂടെ ഇട്ട് മസാൽ പരുവാക്കി കളയും. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ആരാധിക്കാതെ യാവനെങ്കിലും മസിൽ പിടിച്ചിരുന്നോണ്ടല്ലോ. ഞാൻ വീട്ടിൽ പോകുന്നതിന് പറഞ്ഞാൽ പഴയ ചീമ്പാല് വരെ പുറത്ത് വരുന്നുണ്ടോ ഉടപടകടകസിയ. അതുകൊണ്ട് ആരാധിച്ചു കൊണ്ടിരിക്കണം. ആ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. നീ പലവട്ടം മരിക്കാൻ ശ്രമിച്ച് ആത്മഹത്യ ചെയ്യാം, അല്ലല്ലേ? നിന്റെ ജീവിതത്തിനകത്ത് ഒരു ലജ്ജാപരമായ നാണക്കേട് പോലെ ചില അന്തരീക്ഷം കിടക്കുന്നു. നീ മരിക്കണം, മരിക്കണം, മരിക്കണം. അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടോ? തീരുമാനിക്കും. ഇപ്പൊ തീരുമാനിക്കോ? ഇപ്പൊ തീരുമാനിക്കോ? ഇപ്പൊ തീരുമാനിക്കോ? ഇല്ല. ഈ സഹോദരി മരിക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ്. ഇതാ എന്റെ മുമ്പിൽ ഇന്ന് പറയുന്നു, പലവട്ടം മരിക്കുവാൻ തീരുമാനിച്ച സഹോദരി ഇപ്പോൾ പറയുന്നു, ഇനി ഞാൻ മരിക്കത്തില്ല, ഇനി ഞാൻ മരിക്കത്തില്ല. ഓ ഹല്ലേലൂയ. നിന്നെ ആമേൻ ആമേൻ നാണക്കെടുത്താൻ, ഹല്ലേലൂയ ആമേൻ, ചില വ്യക്തികൾ ശ്രമിക്കുന്ന മേഖലകളിൽ നീ ഒഴിഞ്ഞ് 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 തിരിഞ്ഞ് വളഞ്ഞ് മാറിപ്പോകുന്ന ചില അവസ്ഥ മുമ്പിലുണ്ട്. ഉണ്ടോ? ആമേൻ. ഇത് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉണ്ട് എന്ന് ഈ സഹോദരി പറയുന്നു. ഉടമനെ റകൽക്കമനകടകൽക്കനാരിയ. ആമേൻ 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 ആമേൻ. സ്തോത്രം. ഞാൻ ജീവിച്ചിരുന്ന് അല്ലെങ്കിൽ എന്റെ കുടുംബത്തിനും എന്റെ ദേശത്തിനും ഞാൻ നാണക്കേട് വരുത്താതെ മരിച്ചാൽ മതി എന്ന് ചിന്തിച്ചിരുന്ന ആ മരണക്കെട്ട് അഴിയാൻ പോകുന്നു. വിട്ടുകൊടുത്തോ, വിട്ടുകൊടുത്തോ. ആ മരണക്കെട്ട് അഴിയാൻ പോകുന്നു. ആ മരണബന്ധനം ഭൂതാത്മാവെ വിട്, വിട്. ഈ ശരീരത്തിൽ നിന്ന് പുറത്തു പോ. ഫയർ ഫയർ ഫയർ. ഇവിടെ അഴിവ അഴിവ. യേശുവിന്റെ നാമത്തിൽ പുറത്തു വരാൻ, പുറത്തു വരാൻ. നാഗലക്ഷ്യ പുറത്തു വാ. ഭദ്രകാളി പുറത്തു വരട്ടെ, പുറത്തു വരട്ടെ, പുറത്തു വരട്ടെ, പുറത്തു വരട്ടെ. ബന്ധക്കോസിൽ ആരാധിച്ച ഒരു സഹോദരിയാണ്. ആമേൻ ആമേൻ. ഇവിടെ ഹല്ലേലൂയ ആമേൻ ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവം കൊണ്ടുവന്നെങ്കിൽ നിന്റെ കുടുംബത്തിൽ ചില ബന്ധനം അഴിച്ച് ദൈവം നിന്നെ പൂരി പുറത്തെടുക്കാൻ പോകുന്നു. ഓ ഓ സാത്താനോട് കൽപ്പിക്കുന്നു, ഫയർ 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 ഫയർ. അഴിവ ഇവിടെ അഴിവ. സാത്താനെ പുറത്തു വാ, പുറത്തു വാ, പുറത്തു വാ. യേശുവിന്റെ നാമത്തിൽ ഉള്ളിൽ കിടക്കുന്ന കൈവശം പുറത്തു വരട്ടെ, ഉള്ളിൽ കിടക്കുന്ന കൈവശം പുറത്തു വരട്ടെ. വാ ഇവിടെ അഴിവ അഴിവ. ഫ്രീ ആയി ആരാധിച്ചോ, ഫ്രീ ആയിട്ട് ദൈവത്തെ എല്ലാവരും ആരാധിച്ചാട്ട് ഈ കുടുംബം ഒന്നടങ്കം ആരാധിച്ചോ. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, പട്ടു നിൽക്കുന്ന രണ്ട് മരം ദൈവാത്മാവിനെ കാണിച്ചു. അത് നിന്റെ രണ്ടാം തലമുറകളെ കെട്ടിയ ചില ബന്ധനം പട്ടു നിൽക്കുകയാണ്, ഫലമില്ലാതെ. ഇപ്പോ അതിന്റെ മേലൊരു ഫലം വരാൻ പോകുന്നു. ഈ തിരുസന്നിധിക്കകത്ത് നീ ആരാധിക്കുമ്പോ അതിന്റെ മേലൊരു ഫലം വരാൻ പോകുന്നു. ആരാധിച്ചോ, 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 ആരാധിച്ചോ. ആരാധിച്ചോ, ഫ്രീ ആയി ആരാധിച്ചോ, ആരാധിച്ചോ. ബന്ധനം അഴിയട്ടെ, ബന്ധനം അഴിയട്ടെ, അഴിയട്ടെ, ബന്ധനം, ബന്ധനം അഴിയട്ടെ, അഴിയട്ടെ. ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ. ഇവിടെ ഉന്തി തള്ളിവിടുന്ന പരിപാടിയൊന്നുമില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. ആത്മാവ് തൊടുമ്പോ നീ ഫ്രീ ആയിക്കോണം. ആരാധിച്ചാട്ട്, ആരാധിച്ചാട്ട്. ഇത് പോരാ, ഇത് പോരാ. ആ ശത്രു നിന്റെ ശരീരം വിടാൻ പോകുന്നു. ആ മരണക്കെട്ട്, ആ മരണദൂതൻ നിന്റെ ശരീരം വിട്ട് മാറാൻ പോകുന്നു. ഹല്ലേലൂയ. മുകളിലോട്ട് നോക്കി ഇവിടെ ആത്മഹത്യ ചെയ്യാമോ എന്ന്, പുറത്തോട്ടിറങ്ങി നോക്കി ഇവിടെ ആത്മഹത്യ ചെയ്യാമോ എന്ന്. ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ ആമേൻ. കള്ളസാക്ഷി പറയുന്ന സ്ഥലമല്ല ഇത്. ഓ റീബല വൈഡമാനഗടഗസിയ. ആരാധിച്ചാട്ട്, ആരാധിച്ചാട്ട്, ആരാധിച്ചാട്ട്. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ ഇവിടെ ഒരു നാണക്കേടായി ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എത്രയധികം നല്ലതെന്ന്. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളെ വിടുവിച്ച് മോശ കൊണ്ടുവരുമ്പോൾ അവര് പിറുപിറുത്തത് ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് മരിച്ച് മരുഭൂമിയിൽ മരിച്ചടക്കുവാൻ സ്ഥലമില്ലാഞ്ഞിട്ടാണോ ഈ ചെങ്കടലിന്റെ ദൂരത്തോട്ട് കൊണ്ടുവരുന്നതെന്ന് അവര് പിറുപിറുത്ത് നോക്കുകയാണ്. പിറുപിറുത്ത് വരുമ്പോ ഹല്ലേലൂയ അയക്കപ്പെട്ടവനും തിരഞ്ഞെടുക്കപ്പെട്ടവനുമായ മോശയ്ക്കൊരു കാര്യം അറിയാം, എന്റെ കയ്യിലിരിക്കുന്ന വടി ചെറുതല്ല. ചെറുതെന്ന് നിനക്ക് തോന്നിക്കാം, പക്ഷെ എനിക്ക് തോന്നത്തില്ല, എനിക്ക് തോന്നത്തില്ല. ഞാനിപ്പോ ഇവിടെ നിന്ന ഒരു 3 മണിക്കൊന്നും ഞാൻ നിർത്തത്തില്ല. എല്ലാം ഇന്ന് ഇളകും.
നീ ഇതേപോലെ വേണം ആരാധിക്കാൻ. കം ഔട്ട്, കം ഔട്ട്. ഹല്ലേലൂയ. നൂല് വല്ല ശരീരത്തിൽ കെട്ടിയിട്ടുണ്ടോ? ഇവിടെ അല്ല മുമ്പ് ഞാൻ അവനുള്ളം കയ്യിൽ തണിരേക്കയാൽ ആരുമില്ല നീക്കൂ ദോഷം ചെയ്യുവാൻ. ഞാൻ അവനുള്ളം കയ്യിൽ തണിരേക്കയാൽ ആരുമില്ല നീക്കൂ ദോഷം ചെയ്യുവാൻ. തലമുറയ്ക്ക് വേണ്ടി വല്ലതും ജപിച്ചു കുടിച്ചിട്ടുണ്ടോ? ഉള്ളിൽ വല്ല പോയിട്ടുണ്ടോ? ഉള്ളിൽ കിടക്കുന്ന എല്ലാം വെള്ളം കിട്ടും. നീ പ്രിയ ഞായറാഴ്ച ഒരൊറ്റ ഞായറാഴ്ച മുടങ്ങല്ല കേട്ടോ. കമൗട്ട്. 1 കോടി രൂപയുടെ അധികം സ്വത്തിന്റെ ഉടമയാണ്. ചർച്ചാക്കോടിലെ വിശ്വാസി എന്നാണ് പറഞ്ഞത്. ആമേൻ, ആമേൻ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, നന്ദി. ഫ്രീ ആയിക്കോ. ചിലതൊക്കെ ഇളകി വരുന്ന ഞാൻ കാണുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ അടുക്കൽ ഇങ്ങനെ അവള പോലെ ഇങ്ങനെ ചാടി ചാടി വരുന്നതല്ല സ്വപ്നം കാണും. ഇഴജന്തുക്കൾ ഇങ്ങനെ ഇഴഞ്ഞു തലമുറയെ വിഴുങ്ങി വെച്ചങ്ങനെ പാമ്പിനെ ഞാൻ പുറത്തു വരാൻ കൽപ്പിക്കുന്നു. Come out! Come out! Come out! Come out! Come out! ഇന്നലെ പാമ്പ് വിഴുങ്ങാൻ വാ തുറക്കുന്ന സ്വപ്നം ഈ മകൾ കണ്ടിരിക്കുന്നു. നിങ്ങൾ ഒന്ന് ഉണരുന്നത് നല്ലതാ. ഇപ്പോഴെങ്കിലും ബെന്തക്കോസിൽ ഇറങ്ങിയത്, നാമധേയം വിട്ടത്, ജീവനെ തിരിച്ചു കിട്ടി. ഇല്ലെങ്കിൽ എണ്ണങ്ങൾ കുറയും. ഹല്ലേലൂയ. ഞാനും കാണും. ദൈവം തന്ന സന്തതികളെല്ലാം പിശാച് വിഴുങ്ങുമായിരുന്നു. ഫ്രീ ആയിക്കോ. കൈവശം പുറത്തു വരട്ടെ. ഇളകി. ഭക്ഷണം കഴിച്ചോ? സ്വോത്രം, സ്വോത്രം. ആമേൻ. ഈ തലമുറയുടെ ഉള്ളിൽ നിന്ന് കൈവശം ഇളകി ഇങ്ങനെ കയറി വരിക. ആമേൻ. നിങ്ങളുടെ മൂത്ത മകന്റെ ഉള്ളിൽ ഇവിടെ എണ്ണയും വെള്ളമൊന്നും കൊടുക്കാറില്ല. ഇവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങുമ്പോൾ കൈവശം പുറത്തു പോകും. ഇനി അങ്ങോട്ട് നാളുകൾ 2025 സമാപനം നടക്കാൻ പോകുന്നത് മിറാക്കിൾ ശുശ്രൂഷകളാണ്. മിറാക്കിൾ ശുശ്രൂഷകളാണ്. ഹല്ലേലൂയ, ആമേൻ. നീ ഭൂമിയിൽ കണ്ടിട്ടില്ലാത്ത ചില വിടുതൽ ശുശ്രൂഷകൾ ദൈവത്തിന്റെ ആത്മാവ് ചെയ്യാൻ പോകുന്നു. ഉടവന ഹൃദകവന ഗഡഗസിയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഓ മൽപ്രിയനേ എന്നേശു നായകനേ. ബലം പിടിക്കരുത്. നീ ഫ്രീ ആയിട്ട് ആരാധിക്കണം. ഉള്ളിൽ നല്ല പേടിയുണ്ട്. ഭയത്തിന്റെ ആത്മാവ് സൃഷ്ടിക്കരുത്. അമേ. സമാന മനസ്സുകാരനാണ്. ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ജീവിക്കാൻ അനുവദിക്കാതെ വണ്ണം 2 മരത്തെയും പഠിപ്പിച്ചു കളാം. ഇതിനാണ് വെളിപ്പാടോട് ആരാധിക്കാൻ പോണെന്ന് പറയുന്നത്. സ്വതന്ത്രം ആരാധിച്ചു വീടുമെന്ന് പറഞ്ഞ് ലഞ്ഞാമോ ധരിച്ചു നിൽക്കരുത്. Right now. Right now. Right now. Right now. ഇങ്ങനെ നിന്റെ കൂടെ ഒരു നിഴൽ വരുന്നത് പോലെ നിന്റെ അനുഭവിച്ചു. ഹല്ലേലൂയ. ഈ യൗവനക്കാരൻ പറയുന്നത് കേട്ടല്ലോ. ഇവന്റെ കൂടെ ഒരു നിഴൽ, ഒരു പൈശാചിക നിഴൽ കടന്നു പോകുന്നത് കാണുമല്ലോ. അവൻ കാണും. യെസ്. എന്നാൽ ആ പൈശാചിക സ്പിരിറ്റിനെ ഞാൻ റിമൂവ് ചെയ്യാൻ പോവുകയാണ്. റെഡിയാണോ നിങ്ങൾ? റെഡിയാണോ? റെഡിയാണോ? ഫ്രീ ആയിക്കോ, ഫ്രീ ആയിക്കോ, ഫ്രീ ആയിക്കോ, ഫ്രീ ആയിക്കോ. ഓ come out. സാത്താന്യ പോരുകളെ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. ഈ ശരീരം വിട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ ദുരാത്മാവിനെ ശാസിക്കുകയാണ്. അഴിഞ്ഞു മാറട്ടെ. ശക്തിയോടെ ആരാധിക്കും, ശക്തിയോടെ ആരാധിക്കും, ശക്തിയോടെ ആരാധിക്കും. ഒരു കുടുംബസ്ഥനാകാത്ത ഒരു യൗവനക്കാരനാണ്. അവന് കുടുംബ ജീവിതത്തിലേക്ക് എത്താറുണ്ട്. ഈ പൈശാചികൻ അവനെ വിട്ട് മാറാൻ എല്ലാവരും സഭയായി പ്രാർത്ഥിക്കാം.
ഓ ശക്തിയോടെ ആരാധിച്ചോ. ആരാധിക്കുമോനെ, ആരാധിക്കും. ചില മിനിറ്റുകൾ ആരാധിക്ക്. ഫ്രീ ആയി ആരാധിക്ക്. ഫ്രീ ആയി ആരാധിക്ക്. ഫ്രീ ആയിട്ട് ആരാധിച്ചോ. ആരാധിക്ക്. ഇവന്റെ വയറുവേദനയുടെ രോഗത്തെ ദൈവം എടുത്തു മാറ്റുന്നു. വയറുവേദന, കട്ടിയുള്ള ഭക്ഷണം കഴിച്ചാൽ വയറിങ്ങനെ വല്ലാതെ ബജി പോലെ വന്നിട്ട് വയറുവേദന, ദഹനത്തിന്റെ കുറവിന്റെ ബന്ധന ദൈവം അഴിക്കാൻ പോകുന്നു. അഴിക്കാൻ പോകുന്നു. അഴിഞ്ഞു മാറട്ടെ. ഇന്ന് ചെന്ന് നീ പരിശോധിക്കുക. ഇന്ന് പരിശോധിക്കുക. ഇന്ന് പരിശോധിക്കുക. യേശുവിന്റെ നാമത്തിൽ ആ രോഗാത്മാവിനെ കർത്താവ് അഴിക്കുന്നു. അഴിഞ്ഞു മാറട്ടെ. അഴിഞ്ഞു മാറട്ടെ. അഴിഞ്ഞു മാറട്ടെ. അഴിഞ്ഞു മാറട്ടെ. ഫ്രീ ആയി ആരാധിച്ചോ. ഫ്രീ ആയിട്ട് ആരാധിച്ചോ. ശക്തിയോടെ ആരാധിക്ക്. ആത്മാവില് ആ എതിരികളെ യഹോവയുടെ നാമത്തിൽ റിമൂവ് ചെയ്യുന്നു. അഴിഞ്ഞു മാറട്ടെ. അഴിഞ്ഞു മാറട്ടെ. അഴിഞ്ഞു മാറട്ടെ. ക്രിസ്തുവിൽ ഇവൻ സ്വാതന്ത്ര്യത്തോടെ ആരാധിക്കുവാൻ ഇവനെ കർത്താവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു. വിടുതൽ കൽപ്പിക്കുന്നു. ഭൂതാത്മാവിനെ ശാസിക്കുന്നു. യേശുവിൻ നാമത്തിൽ കർത്താവേ. ആമേൻ. 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 ഓ റിബല വൈഡമന റഗനഗഡഗസിയാന. ഹല്ലേലൂയ. ആമേൻ. സങ്കീർത്തനങ്ങൾ 3-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. രാജേഷ് ഹല്ലേലൂയ. അഖില ഒന്നാണ്. അഖില എപ്പോഴും രാജേഷ് എന്നാണ് ഓർമ്മ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഓ എൻ പ്രിയ നീ വന്നിടുമോ. എൻ തോട്ടത്തിൽ വന്നിടുമോ. എൻ പ്രിയ നീ വന്നിടുമോ. എൻ തോട്ടത്തിൽ വന്നിടുമോ. അതിലെ നൽപാലം ഭുജിച്ചിടുവാൻ എന്നെ ഇതാ ഞാൻ സമർപ്പിക്കുന്നേ. അതിലെ നൽപാലം ഭുജിച്ചിടുവാൻ എന്നെ ഇതാ ഞാൻ സമർപ്പിക്കുന്നേ. ഹല്ലേലൂയ. സഹോദരൻ നല്ല പ്രാർത്ഥിച്ചു. ഞാൻ ഇപ്പൊ അടുത്ത് വരും. നീ ഒരു പ്രവാചകനാണ്. തിരുവനന്തപുരത്ത് തന്നെ നിനക്ക് 3 സ്ഥലത്ത് ആരാധന ലീഡ് ചെയ്യുന്ന ശുശ്രൂഷ നിന്നെ ഏൽപ്പിക്കും. കുറിച്ചിട്ടോ റെക്കോർഡ് ചെയ്തോ. ചിലർ ഞെട്ടും. തിരുവനന്തപുരം വട്ടപ്പാറ വെഞ്ഞാറമൂട് ആറ്റിങ്ങൽ മേഖലയുമായി പുനലൂര് ചെങ്ങന്നൂര് ഹല്ലേലൂയ ദേശങ്ങളുമായി അനേക പ്രയർ സെന്ററുകൾ യോഗങ്ങൾ നീ നടത്തും. ക്രൂസൈഡുകൾ നീ പ്രസംഗിക്കും. കൺവെൻഷൻ നീ ദുബായ്, മസ്കറ്റ്, ഷാർജ, ഹല്ലേലൂയ ആമേൻ, സൗദി, സിംഗപ്പൂർ രാജ്യങ്ങളിൽ നീ പ്രസംഗിക്കും. ഉടബലബലബലബല റീബലബലബലബല റഗനഗഡഗമന ഉടബാരഗനഗഡഗമനഗഡഗസി. നിന്റെ അതിരുകൾക്ക് വിശാലത വരും. ഇന്നിരിക്കുന്ന വീട് മാറും. ആന വച്ച വാഹനം പോകുന്നിടത്ത് നിന്നെ പാർപ്പിക്കും. നിന്റെ വീട്ടിന് ചുറ്റും അല്ലെങ്കിൽ പ്രാർത്ഥനാ ഗ്രൂപ്പുകാർക്ക് വിശ്രമിക്കുന്ന സ്ഥലമുണ്ടാകും. നീ ഒരു അധ്യാപകനെ പോലെ ചിലർക്ക് ക്ലാസ് എടുക്കും. ഇംഗ്ലീഷിൽ നീ പ്രസംഗിക്കും. തെലുങ്കിൽ നീ പ്രസംഗിക്കും. മലയാളത്തിൽ നീ പ്രസംഗിക്കും. ചില ട്രാൻസ്ലേഷൻ ശുശ്രൂഷകൾ ദൈവം നിനക്ക് തരും. നിന്റെ വീടിന്റെ പേരിൽ ലോകം അറിയും. നിന്റെ പേരിൽ ലോകം അറിയും. 2031 നീ 7 രാജ്യങ്ങൾ കാലുകുത്തും. നീ കാണാത്ത വാഹനത്തിൽ നീ സഞ്ചരിക്കും. നീ കയറാത്ത വീടുകളിൽ നീ കയറി ചെല്ലും. ഏലിയാവിനെ രാജാവിന്റെ കൊട്ടാരത്തിൽ അയച്ചതുപോലെ ചില കൊട്ടാരങ്ങൾക്കകത്ത് ദൂത് പറയാൻ ദൈവം തന്നെ അയക്കും. ഈ നാളുകളിൽ അതിനായി ഏൽപ്പിക്കുമെങ്കിൽ ഹല്ലേലൂയ. വിപ്പാണിക്കാരുടെ ഇടയിൽ, പിടിച്ചുപറിക്കാരുടെ ഇടയിൽ, ചുങ്കം ഭരിക്കുന്നവരുടെ ഇടയിൽ നിന്ന് ദൈവം നിന്നെ പുറത്തെടുത്ത് ചിലർക്ക് നിന്നെ ഒരു അപ്പനാക്കി മാറ്റാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്നേക്ക് 3 ദിവസങ്ങളായി ദൈവാത്മാവിനോട് സംസാരിക്കുന്നു. ഞാൻ കണ്ട അതേ ഉടുപ്പാ നീ ഇട്ടിരിക്കുന്നത്.
ഞാൻ ദർശനം കണ്ട അതേ ഉടുപ്പാണ് അവൻ ഇട്ടിരിക്കുന്നതെന്ന്. ഇതിന് നിങ്ങൾ ആരും മാതാപിതാക്കൾ തടസ്സം നിൽക്കരുതെങ്കിൽ നിങ്ങളെ വിട്ട് ദൈവം കണക്ക് പറയിക്കും. ഞാൻ യേശുവിലേക്ക് വന്നപ്പോൾ എന്റെ 27-28 വയസ്സുണ്ട്. ഞാൻ ഹല്ലേലൂയ, ആമേൻ ആമേൻ, ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ എന്റെ സഹോദരനോട് ഇരിപ്പുണ്ടറിയാം, ഞങ്ങൾ മൊത്തം ഹിന്ദു കുടുംബമാണ്, വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്ന കുടുംബമാണ്. ഞങ്ങളുടെ വീട്ടിൽ പള്ളിക്കാരെ കയറ്റത്തില്ല, നിർബന്ധം കയറ്റത്തില്ല, ഒരു പള്ളിക്കാരെയും കയറ്റത്തില്ല. ഹല്ലേലൂയ. RC പള്ളിയിൽ നിന്ന് കരോള് വന്നാൽ പോലും എന്റെ പിതാവ് കയറ്റത്തില്ല. ആമേൻ. അന്ന് ഗേറ്റും മതിലുമുള്ള ഞങ്ങളുടെ വീടാണ്. ആ കിലോമീറ്ററിനകത്ത് ആ ഗേറ്റിന്റെ പിതാവ് പിടിച്ചങ്ങടയ്ക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നിട്ട് ഹിന്ദു പാട്ടം കിടും. പ്രൈസ് ദി ലോർഡ്. റേഡിയോ എടുത്ത് പൊക്കി കെട്ടി വെക്കും. അതിനകത്ത് നിന്ന് പുറത്തോട്ട് വന്നതും ഞാനും തികച്ചും ഹിന്ദുപരമായി കർമ്മങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ തുടങ്ങി. മന്ത്രവാദങ്ങൾ പിടിക്കുവാൻ വേണ്ടി തുടങ്ങി. അതിനകത്തു നിന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ അടുത്തു വരുവാൻ എന്റെ 27, 28, 29 വയസ്സോളം വരുന്ന സമയം ദൈവം എനിക്കൊരു അവസരം ഒരുക്കി. എന്നെ പട്ടിണി പിടിച്ച് രോഗം പിടിച്ച് എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും തിന്നാനില്ലാത്തതുകൊണ്ട് കുരുടാമാച്ച് കഴിക്കേണ്ട സ്ഥിതി വന്നില്ല. ഞാൻ എന്റെ മോന് വേണ്ടി ക്ഷേത്രത്തിലെ പായസം കൊണ്ട് കൊടുത്തത് മുഖേന എന്നെ ദൈവം പിടിച്ചു. അല്ലെങ്കിൽ എന്റെ വീട് എല്ലാവരും എന്തൊക്കെ വരണത് ജീവിക്കാൻ നിവർത്തിയില്ലാതെ ഞങ്ങൾ സുഭിക്ഷമായി ഇരുന്നപ്പോഴാ, മറ്റ് ഞങ്ങൾക്ക് നന്മയുള്ളപ്പോഴാ, ഞങ്ങൾക്ക് ദാരിദ്ര്യമില്ലാതെ ഇരുന്നപ്പോഴാ യേശു ഞങ്ങളെ പിടിച്ചത്. കാരണം ആ പിടിയാണ് ഈ പിടുന്നോളം നിൽക്കുന്നത്. ഞങ്ങൾ പിടിച്ചതല്ല, ഞങ്ങളെ തമ്പുരാൻ പിടിച്ചതാ മോനെ. ആ പിടി അങ്ങ് ഉറച്ചിരിക്കുകയാണ്. ഓ റീവളവളവശസിയാനഘടകൾഖനാരിയ. ഹല്ലേലൂയ. ഇന്നിരിക്കുന്ന വീട്ടിൽ നീ മാറും. അല്ലെങ്കിൽ 7 വർഷങ്ങൾ മാത്രമേ നീ ഈ വീട്ടിൽ താമസിക്കൂ. അതിനകത്തു ദൈവം നിന്നെ പുറത്തു കൊണ്ടുവന്നിട്ട് ഹല്ലേലൂയ. ഇപ്പോൾ അവൻ ചിന്തിക്കുകയാണ്, വീട് ഹല്ലേലൂയ പാല് കാച്ചി പ്രതീക്ഷിച്ചതുപോലുമില്ല, ഈ വീട് മാറുമെന്ന്. ഹല്ലേലൂയ. പുള്ളിക്കാരൻ പറയുന്നു, എന്തേലും കുഴപ്പമുണ്ടോത്തോ? ഹല്ലേലൂയ. മോനെ നീ കുറിച്ചോ, സമയം വെച്ച് കുറിച്ചോ. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്റെ വീടിന്റെ 3 ചുറ്റുകൂടി വാഹനം പാഞ്ഞു പോകുന്ന സ്ഥലത്ത് ദൈവം തന്നെ ഉറപ്പിക്കും, ദൈവം തന്നെ മാനിക്കും. കുടുംബത്തിൽ നീ മഹിമയുള്ളവനായി മാറും. മഹിമ കണ്ട സാക്ഷികളെ മണവാളനാ തിരുസഭയെ. ഓഹോ മഹിമ കണ്ട സാക്ഷികളെ മണവാളനാ തിരുസഭയെ. ഒരുങ്ങിടുക ബലം ധരിച്ചിടുക, ഒരുങ്ങിടുക ബലം ധരിച്ചിടുക. എല്ലാവർക്കും എഴുതാൽ ഒരു നിമിഷം ഞാൻ